ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്. അൽഷിമേഴ്സ് രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അൽഷിമേഴ്സ് രോഗം പലതരം ഡിമെൻഷ്യകളിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന തരം ഡിമെൻഷ്യയാണ്. ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ പ്രായം കൂടുന്നതാണ്. കൂടുതലും 65 വയസ്സിന് മുകളിലുള്ളവരിലാണ് നമ്മൾ അൽഷിമേഴ്സ് ഡിമെൻഷ്യ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അതുകൂടാതെ മറ്റ് പല കാരണങ്ങളും ഡിമെൻഷ്യ ഉണ്ടാവാൻ കാരണമാകാം. ഇതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും രക്തസമ്മർദ്ദം കൂടുക, പ്രമേഹം നിയന്ത്രിതമല്ലാതിരിക്കുക, രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക, പുകവലി, മദ്യപാനം എന്നിവയാണ്. ഇത് കൂടാതെ തലച്ചോറിന് പലപ്പോഴും ക്ഷതങ്ങളുണ്ടാകുക. ഒറ്റത്തവണ നല്ല രീതിയിലുള്ള ക്ഷതത്തെക്കാളേറെ പലപ്പോഴും പല തവണയായി ചെറിയ ക്ഷതങ്ങൾ ഉണ്ടാകുന്നതും കേൾവിക്കുറവ് മറവിക്കൊരു കാരണമാകാം. അങ്ങനെയുള്ളവ ശ്രവണസഹായി ഉപയോഗിക്കേണ്ടതാണ്. മാനസിക രോഗങ്ങൾ ഭാവിയിൽ ഡിമെൻഷ്യയിലേക്ക് നയിക്കാം. അതുകൂടാതെ അന്തരീക്ഷ മലിനീകരണവും ഡിമെൻഷ്യ കൂടുന്നതിന് ഒരു കാരണമാകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അൽഷിമേഴ്സ് രോഗത്തിന് കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഈ രോഗത്തിന് അൽഷിമേഴ്സ് ഡിമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പല രോഗലക്ഷണങ്ങൾ വരാമെന്നുള്ളതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണാവുന്ന ഒരു കാരണം ആണ് മറവി. പക്ഷേ എല്ലായ്പ്പോഴും മറവി എന്നതിൻ്റെ അർത്ഥം ഡിമെൻഷ്യ അല്ലെങ്കിൽ മേധാക്ഷയം ഉണ്ടെന്നുള്ളതല്ല. മറവി പോലെ തന്നെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിലും ആശയവിനിമയത്തിലുമുള്ള ബുദ്ധിമുട്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, പെരുമാറ്റ വ്യത്യാസം, വ്യക്തിത്വത്തിലുള്ള മാറ്റങ്ങൾ, നല്ലതുപോലെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഇവയെല്ലാം നഷ്ടപ്പെടുന്നതെല്ലാം ഡിമെൻഷ്യയുടെ രോഗലക്ഷണങ്ങളായിരിക്കാം. അൽഷിമേഴ്സ് ഡിമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഓർമ്മക്കുറവ് ഒരു ആദ്യത്തെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ തന്നെയായിരിക്കാം. ആദ്യഘട്ടങ്ങളിൽ ഇപ്പോൾ അടുത്ത് നടന്ന കാര്യങ്ങൾ, ഇപ്പോൾ കണ്ട കാര്യങ്ങളോ ഒരു വസ്തു എവിടെ വെച്ചെന്നുള്ളതോ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ആൾക്കാരുടെ പേര്, ഇതൊക്കെ മറന്നു പോകുന്നതായിരിക്കാം ആദ്യ ലക്ഷണം. അതുകൂടാതെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഒരു ഇടതുവശവും വലതുവശവും തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു പക്ഷേ കാലിലെ ചെരുപ്പെല്ലാം മാറിയിടാം. വസ്ത്രം ധരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഉദാഹരണത്തിന് നമുക്ക് സാരി ധരിക്കാനാണെന്നുണ്ടെങ്കിൽ അത് വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് സാരി ഉടുക്കുക. അല്ലെങ്കിൽ ഒരു ഷർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷർട്ട് അതിൻ്റെ കൈയെല്ലാം കറക്റ്റായിട്ട് ഇട്ട് ബട്ടൺസ് നേരെ ധരിക്കുക. ഇങ്ങനെ വസ്ത്രം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, വഴികൾ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്. അത് വീട്ടിനുള്ളിലുള്ള മുറികളായിരിക്കാം, പുറത്തുള്ള വളരെ പരിചിതമായിട്ടുള്ള സ്ഥലം പോലും ഈ അൽഷിമേഴ്സ് രോഗമുള്ള ഒരാൾ വഴിതെറ്റിപ്പോവാം. തിരിച്ച് വീട്ടിലേക്ക് വരണമെന്നില്ല. നമ്മളൊക്കെ എങ്ങനെയാണ് തിരിച്ച് വീട്ടിലെത്തുക അല്ലെങ്കിൽ ഒരു സ്ഥലത്തെത്തുക എന്നുള്ളത് മറന്നു പോകുന്ന ഒരു ആദ്യ ലക്ഷണമായിരിക്കാം. വീട്ടിലെ മുറികൾ മാറിപ്പോവാം, ഇപ്പോൾ ശുചിമുറിയും അടുക്കളയും മാറിപ്പോയി, അങ്ങനെയുള്ള അബദ്ധങ്ങളും വരാം. ഇതൊക്കെയാണ് പലപ്പോഴും സാധാരണഗതിയിലുള്ള ഒരു ടിപ്പിക്കൽ അൽഷിമേഴ്സ് ഡിമെൻഷ്യയുടെ ആദ്യ ലക്ഷണങ്ങൾ. പക്ഷെ ചിലതരം വേരിയൻസ് ഉണ്ട്. ഇതിൽ ചിലപ്പോൾ കാണുന്നതിലുള്ള വ്യത്യാസമായിരിക്കാം. ഒരാളെ കാണുന്നു, അതൊരു മുഖമാണെന്ന് മനസ്സിലാകുന്നു, പക്ഷെ അത് ആരാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. അതൊരു മുഖമാണെന്ന് തന്നെ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതെന്തെങ്കിലും വസ്തുവായിട്ട് തോന്നാം. അതുപോലെ വായിക്കാനുള്ള ബുദ്ധിമുട്ട്. അക്ഷരങ്ങൾ കാണുന്നു, പക്ഷെ ഏത് അക്ഷരമാണെന്ന് പറയാൻ കഴിയുന്നില്ല. എന്തെങ്കിലും വസ്തുക്കൾ കാണുന്നു, അത് ആ ഷേപ്പ് ആവണം എന്നില്ല ഈ രോഗി കാണുന്നത്. അത് വേറെ എന്തെങ്കിലും വാക്കുകൾ വെച്ച് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കും. അതുപോലെ ഭാഷയിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കറക്റ്റ് വാക്കുകൾ ഉപയോഗിക്കാതെ തെറ്റായ വാക്കുകൾ പറയുക. പെരുമാറ്റ വ്യത്യാസം മുന്നോട്ട് നിൽക്കുന്ന തരം ഡിമെൻഷ്യ, അതായത് മറവി വരുന്നതിന് മുന്നേ തന്നെ ആളുടെ വ്യക്തിത്വത്തിലുള്ള മാറ്റങ്ങൾ, അമിതമായിട്ടുള്ള ദേഷ്യം, വികാരങ്ങൾ, ഒരുപാട് ഉത്കണ്ഠ, സംശയരോഗം, ഇവയായിരിക്കാം ചിലതരം അൽഷിമേഴ്സ് ഡിമെൻഷ്യയിൽ ആദ്യ ലക്ഷണങ്ങളായിട്ട് കാണുക. ഇങ്ങനെ പല രീതിയിൽ അൽഷിമേഴ്സ് പ്രസന്റ് ചെയ്യാം. പക്ഷേ പലപ്പോഴും ആദ്യ രോഗലക്ഷണം പലപ്പോഴും മറവി തന്നെയായിരിക്കും. മറ്റ് മറവി രോഗങ്ങളിൽ നിന്ന് അൽഷിമേഴ്സിനെ എങ്ങനെ തിരിച്ചറിയാം? മറവി രോഗങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പലതുണ്ടെങ്കിലും നമ്മുടെ അൽഷിമേഴ്സ് ഡിമെൻഷ്യയിലെ ആദ്യ ലക്ഷണം പലപ്പോഴും ഓർമ്മക്കുറവ് തന്നെയായിരിക്കാം. പക്ഷേ ഈ മറ്റ് ലക്ഷണങ്ങൾ, പ്രത്യേകിച്ചും ഈ വഴി തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് ആദ്യമേ വരിക, ഇടതുവശവും വലതുവശവും തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകൾ, വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ആദ്യമേ കാണുക എന്നിവയെല്ലാം അൽഷിമേഴ്സ് ഡിമെൻഷ്യയുടെ ലക്ഷണമായിരിക്കാം. പിന്നെ അൽഷിമേഴ്സ് ഡിമെൻഷ്യ തലച്ചോറ് കാലക്രമേണ ഉണ്ടാവുന്ന മാറ്റമാണ്. അതുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് ക്രമേണയായിരിക്കും ഈ ലക്ഷണങ്ങൾ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുക. മറ്റ് പലതരം മറവി രോഗങ്ങളും ചിലപ്പോൾ പെട്ടെന്നുണ്ടാവുന്നതും മാസങ്ങളും
ആഴ്ചകളും കൊണ്ട് മൂർച്ഛിക്കുന്നതുമായിരിക്കും. അൽസമേഴ്സ് എപ്പോഴും ക്രമേണയായിരിക്കും വർദ്ധിച്ചു വരിക. അൽഷിമേഴ്സ് രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുമോ? അൽസമേഴ്സ് ഡിമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന, പഴയതുപോലെ ആക്കാൻ കഴിയുന്ന ഒരു രോഗമല്ല. പക്ഷേ ആ അസുഖം മൂർച്ഛിച്ചു വരുന്നതിൻ്റെ ആ സ്പീഡ് കുറയ്ക്കാനുള്ള മരുന്നുകൾ നമുക്കിന്ന് ലഭ്യമാണ്. ഇത് പ്രധാനമായിട്ടും തലച്ചോറിനകത്തുള്ള ചില കെമിക്കലുകളുടെ, പ്രധാനമായിട്ടും ആസിറ്റൈൽ കൊളീൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് നല്ല രീതിയിൽ തലച്ചോറിൽ നിലനിർത്താൻ ആവശ്യമായ ഡോണപ്പെസിൽ എന്നുള്ള മരുന്നും മറ്റു ചില ഗാലന്റമീൻ, മെമാൻറ്റിൻ തുടങ്ങിയ മരുന്നുകളും നമുക്കിന്ന് ലഭ്യമാണ്. ഇത് കഴിക്കുന്ന രോഗികളിൽ അസുഖം മൂർച്ഛിക്കുന്നത് കുറയും. അതുപോലെ മറ്റു ചില രോഗലക്ഷണങ്ങളും ഈ രോഗിക്കുണ്ടാവാം. പ്രധാനമായിട്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടാവാം, സങ്കടം ഉണ്ടാവാം, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവാം. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളെല്ലാം നിയന്ത്രിച്ച് നിർത്തുന്ന കുറേയേറെ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തും. അതിനുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഉള്ള ഒരുപാട് തുടർ പഠനങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന ചികിത്സകളുണ്ട്. അവയും നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടില്ല. പക്ഷെ എന്നാൽ തന്നെയും കുറേയൊക്കെ രോഗത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത്. അത് രോഗപരിശോധനകൾ, പഠനങ്ങളിൽ അവയ്ക്ക് നല്ല വ്യത്യാസം വരുത്താം, അതായത് രോഗം മൂർച്ഛിക്കുന്നതിൽ വ്യത്യാസം വരുത്താം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് റിയൽ ലൈഫിൽ എത്രത്തോളം വ്യത്യാസം വരുത്തും എന്നുള്ളത് തുടർന്ന് അറിയേണ്ടിയിരിക്കുന്നു. അൽഷിമേഴ്സ് രോഗമുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമാണ്? മറവി കൂടി വരുന്നത് നിയന്ത്രിക്കാനായിട്ട് അൽഷിമേഴ്സ് രോഗിക്ക് എന്നുള്ളത് പോലെ തന്നെ നമുക്ക് ഏതൊരാൾക്കും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ കൂടുതൽ പ്രായം ചെല്ലുന്നതിന് മുമ്പ് തന്നെ രക്തസമ്മർദ്ദമുണ്ടോ, പ്രമേഹമുണ്ടോ, കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണോ, ഇവയെല്ലാം കണ്ടെത്തി നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അത് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ നിർത്തുക. അത് നിയന്ത്രണ വിധേയമായതിനു ശേഷവും മരുന്നുകൾ തുടരുക. അതെപ്പോഴും നോർമലാണെന്നുള്ള ഉറപ്പുവരുത്തണം. പുകവലി പൂർണ്ണമായും ഉപേക്ഷിക്കണം. മദ്യപാനവും നിർത്തേണ്ടതാണ്. അതുപോലെ തന്നെ ആഹാരത്തിലും നമ്മുടെ മറ്റ് വിനോദങ്ങളിലുമെല്ലാം പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അതായത് പഴങ്ങളും പച്ചക്കറികളും എല്ലാം കൂടുതൽ ഉൾപ്പെടുത്തണം. ശാരീരികക്ഷമത അനുവദിക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുത്തുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. പക്ഷേ തലച്ചോറിന് ക്ഷതങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തലയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹെൽമെറ്റ് എല്ലാം ഉപയോഗിക്കണം. 2 വീലേഴ്സ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഹെൽമെറ്റ് ഉപയോഗിച്ചിരിക്കണം. അതുപോലെ നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന വ്യായാമങ്ങൾ, വിനോദങ്ങൾ എന്നിവ ചെയ്യണം. ഉദാഹരണത്തിന് ചെസ്സ്, സുഡോക്കോ അല്ലെങ്കിൽ പദപ്രശ്നങ്ങൾ, പിന്നെ വായന, ഇവയെല്ലാം നമ്മുടെ തലച്ചോറിനെ നല്ലപോലെ ഉത്തേജിപ്പിക്കും. അതുപോലെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന, ഒരു പുതിയ ഭാഷയായിരിക്കാം, സംഗീതമായിരിക്കാം, ഒരു സംഗീതോപകരണമായിരിക്കാം, ഇതെല്ലാം തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇവയെല്ലാം ഓർമ്മ കൂടുതൽ മോശമാകുന്നത് തടയാൻ സഹായിക്കും. അതുപോലെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരിലും സാമൂഹികമായിട്ട് വലിയ ഇടപെടലുകൾ ഇല്ലാത്തവരിലും മറവി രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് ആവുന്നിടത്തോളം കാലം മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടും സാമൂഹിക ഇടപെടലുകളും എല്ലാം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ വിദ്യാഭ്യാസവും, നല്ല വിദ്യാഭ്യാസവും വളരെ അത്യാവശ്യമാണ്. കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് നമ്മുടെ ഓർമ്മക്കുറവ് കുറയ്ക്കാൻ കുറേയേറെ സഹായിക്കും. അൽഷിമേഴ്സ് രോഗിയെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒരു അൽസിമേഴ്സ് ഡിമെൻഷ്യ ഉള്ള ഒരു രോഗിയെ പരിചരിക്കുക എന്നുള്ളത് ആദ്യഘട്ടങ്ങളിലെ പോലെയല്ല, അവസാന ഘട്ടങ്ങളിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ആ പരിചരിക്കുന്ന ആൾക്ക് തന്നെ ഒരു നല്ല മാനസിക പിന്തുണ എപ്പോഴും ആവശ്യമാണ്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരുടെ പല പെരുമാറ്റങ്ങൾ, ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുക, പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോവുക, അവരുടെ വികാരങ്ങൾ, ഇതെല്ലാം ഒരാളുടെ ക്ഷമ നശിപ്പിക്കാം. പക്ഷേ അവരോട് ഒരു കാര്യത്തിനും പരമാവധി തർക്കിക്കാതിരിക്കുക. നമ്മൾ ഓരോ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞ് അവരെ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. കുറേയൊക്കെ അവരെ ആ കാര്യങ്ങൾ വിട്ടുകൊടുക്കുക. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരോട് ഒരിക്കലും തർക്കിക്കരുത്. പിന്നെ അവരുടെ ജീവിതചര്യ എപ്പോഴും പരമാവധി ഏതാണ്ട് ഒരുപോലെ തുടരാൻ ശ്രമിക്കുക. പലപ്പോഴും ഒരേ സ്ഥലങ്ങളിൽ തന്നെ തുടരുക. അവരെപ്പോഴും വീട് മാറ്റുന്നതോ സ്ഥലം മാറ്റുന്നതോ അവർക്ക് ഒരുപാട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. പിന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. കൂടുതലും പഴങ്ങളും പച്ചക്കറികളും എല്ലാം കൊടുക്കുക. പിന്നെ ആ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയായിട്ട് തന്നെ കാണുക. അപ്പോൾ അവർക്ക് നമുക്കുള്ളത് പോലെ തന്നെ വസ്ത്രം ധരിക്കാനും എല്ലാം പരമാവധി അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ആശ്രയത്വം കൂടാതെ സ്വയം ചെയ്യാൻ സഹായിക്കുക. കൂടാതെ ഈ രോഗികൾ എപ്പോഴും വീഴുവാനും
പലപ്പോഴും വീട് വിട്ട് പോകാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് സുരക്ഷിതമായിട്ട് തന്നെ വീട്ടിലും സൂക്ഷിക്കേണ്ടതുണ്ട്. വീട് വിട്ട് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറികൾ മാറിപ്പോകുന്നത് അവർക്ക് പല അബദ്ധങ്ങളും ഉണ്ടാക്കാം. അതവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ മുറി ഏതാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ചിഹ്നങ്ങൾ, ഇത് ശുചിമുറി ഏതാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പോസ്റ്ററൊക്കെ വാതിലിലുള്ളത് അവരെ സഹായിക്കും. അതുപോലെ മറിഞ്ഞ് വീഴാതിരിക്കാൻ ബാത്റൂമിലും ഭിത്തിയിലും ചെറിയ റെയിൽസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇരുട്ടത്ത് വീഴാൻ ചാൻസ് കൂടുതലാണ്. ചെറിയ വെളിച്ചം റൂമിലുള്ളത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്.